വീടുകളുടെ വിലയും അതുപോലെ ഏരിയ എങ്ങനെയുണ്ട് അങ്ങനത്തെ ഞങ്ങൾ രണ്ടും തന്നെ വന്ന് റോഡിൽ കൂടെ നിന്നിട്ട് കണ്ടിട്ട് പോയി. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ വ്യൂയിങ് എന്ന് പറയുന്നതും ഈ ഒരു വീടിനാണ്. 5.4 ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത്. വീട്ടിൽ മോൾഡൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹായ് എവ്രി വൺ, LS സ്റ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഉള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റീസൺ കൂടെ ഉണ്ട്. നമ്മൾ UK ഞങ്ങൾ വീട് വാങ്ങിച്ചിട്ട് 1 ഇയർ ആനിവേഴ്സറി ആയിരിക്കുകയാണ് കേട്ടോ. സമയം എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞങ്ങൾക്ക് വീടിൻ്റെ കീ കിട്ടുന്നത്. അപ്പം വീടിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറിയും പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് നമ്മുടെ വീട് ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സ് തൊട്ടിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് നമുക്ക് കീ ഒക്കെ കിട്ടി നമ്മളിവിടെ സ്റ്റേ തുടങ്ങി. 1 ഇയർ കഴിയുമ്പോഴത്തേനും ഒരുപാട് മെമ്മറീസ് ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, UK പുതിയ ഹൗസ് ഓണേഴ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം നമ്മൾക്ക് ഇതിനു മുന്നേ അങ്ങനെ ഓണർഷിപ്പ് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ UK വീട്. കാരണം റെൻറ്റിനൊക്കെയും അല്ലെ ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ ആയിരുന്നു ഞങ്ങൾ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസും മെമ്മറീസും ഒക്കെ കഴിഞ്ഞിട്ട് 1 ഇയർ ആയിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം 1 ഇയർ ആകുമ്പോൾ ഞങ്ങൾ UK വീട് വാങ്ങിച്ച പ്രോസസ്സ്, പിന്നെ വീട് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളിവിടെ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ, പിന്നെ വീട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ വീടിൻ്റെ മെയിൻ്റനൻസ്, പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന എക്സ്പെൻസസ്, നമ്മൾ റെൻറ്റിലോ ഷെയറിലോ ഒക്കെ നിന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്കൊക്കെ മാറുമ്പോഴത്തേക്കിനും വരുന്ന എക്സ്പെൻസസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും മെജോറിറ്റി ആയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ പറയാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വിചാരിക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UK വന്നിട്ട് കറക്റ്റ് ഒരു 2 വർഷം ആവുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ UK വീട് വാങ്ങുന്നത്. അപ്പോൾ വീട് വാങ്ങണം എന്നൊരു പ്ലാന് നമുക്ക് എന്താ പറയുക വന്ന സമയം തൊട്ട് ഉണ്ടായിരുന്നു, UK വീട് വാങ്ങണം എന്നുള്ളത്. അപ്പം നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വർക്ക് വിസയൊക്കെ കിട്ടിയതിന് ശേഷമാണല്ലോ നമുക്ക് വീടൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യൊക്കെയായിരുന്നു. സ്റ്റുഡൻറ്റ് പീരീഡിൽ നിന്ന് നമ്മൾ വർക്ക് വിസയിലേക്ക് മാറി. അങ്ങനെ കറക്റ്റ് ഒരു 2 വർഷം ആകുമ്പോഴാണ് നമുക്ക് വർക്ക് വിസയിൽ വാങ്ങാൻ പറ്റുന്നത് വീട്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു 2 വർഷം കറക്റ്റ് പൂർത്തിയായ സമയത്താണ് ഞങ്ങൾ ഇതുപോലെ, അതിന് മുന്നേയും ഞങ്ങളിങ്ങനെ നല്ല നല്ല വീടുകളുള്ള ഏരിയകളിലൂടെ ഇങ്ങനെ നടന്ന് പോകാറും ഞങ്ങൾ രണ്ടുപേരുടെ, അല്ലെങ്കിൽ നല്ല വീടുകൾ ഇതിലൊക്കെ നടന്നു പോകുന്ന സമയത്താണെങ്കിലും നല്ല വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കും ആ വീടുകളുടെ വിലയും അതുപോലെ ഏരിയ എങ്ങനെയുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഫസ്റ്റ് താമസിച്ചത് സ്റ്റീവനേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റെഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്നത്. അപ്പം റെഡിങ്ങിലായിരുന്നപ്പോഴും അങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 2 ഇയറൊക്കെ ആയ സമയത്ത് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞങ്ങളിങ്ങനെ ഈ റൈറ്റ് മൂവിലും സൂപ്ലയിലും ഒക്കെ വീടുകൾ നോക്കാൻ തുടങ്ങി. അപ്പോൾ റൈറ്റ് മൂവിൽ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന ഈ വീട്, ഞങ്ങൾ ഈ വാങ്ങിച്ച വീട് എന്ന് പറയുന്നത് റെഡിങ്ങിലാണ്. അപ്പം ഞങ്ങൾ ഈ വാങ്ങിയ വീട് റൈറ്റ് മൂവിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഞങ്ങൾ UK 2 വർഷമായി വീടൊക്കെ വാങ്ങാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ ലിസ്റ്റിങ് വന്ന സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടും തന്നെ ജസ്റ്റ് ഈ ഏരിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിലെ നടന്നു വന്നു. അപ്പോൾ നടന്നു വന്ന് പോസ്റ്റ് കോഡ് നമുക്ക് കാണാൻ പറ്റില്ല റൈറ്റ് മൂവിൽ ഏകദേശം ഏത് ഏരിയയിലാണ് വീട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ച് ഈ വീട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ രണ്ടും തന്നെ വന്ന് റോഡിൽ കൂടെ നിന്നിട്ട് കണ്ടിട്ട് പോയി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കപ്പോൾ ഈ വീട് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങൾ ഇനിയിപ്പോൾ മോർഗേജ് അഡ്വൈസറിനെ കണ്ട് എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പിളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് നോക്കി തുടങ്ങാൻ പറ്റുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഈ വീട് പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് നോക്കാൻ എന്താ പറയുക വീട് നോക്കി തുടങ്ങാൻ വേണ്ടിയിട്ട് അധികം താമസം വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ വീട് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് തന്നെ ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസറിനെ കണ്ടു. ആ സൺഡേ ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ മോർഗേജ് അഡ്വൈസറിനെ കണ്ട് നമ്മുടെ എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പിളൊക്കെ എടുത്തു. എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പിൾ ആ വീക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് സാലറി സ്ലിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പിൾ കിട്ടി. അപ്പോൾ ആ വീക്ക് തന്നെ അപ്പം ഞങ്ങൾ ഈ വീട് കണ്ടിട്ട് പോയതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് അപ്പം തൊട്ട് തന്നെ നമുക്ക് വ്യൂയിങ് എടുത്തു തുടങ്ങായിരുന്നു.
വേറെ ഫർദർ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൈറ്റ് മൂവിൽ ഫസ്റ്റ് ഞങ്ങളുടെ വ്യൂയിങ് റിക്വസ്റ്റ് കൊടുക്കുന്നതും ഈ വീടിനാണ്. ഞങ്ങളുടെ ആദ്യത്തെ വ്യൂയിങ് എന്ന് പറയുന്നതും ഈ ഒരു വീടിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഫസ്റ്റ് വ്യൂയിങ്ങിന് വന്നു, ഒറ്റ വ്യൂയിങ് ഈ വീടിന് എടുത്തുള്ളൂ. അപ്പോൾ അന്നേരം തന്നെ ഞങ്ങൾ ഒരു സാറ്റർഡേ ആയിരുന്നു, ഒക്ടോബർ 7-ാം തീയതി. അന്നേരം തന്നെ ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അന്ന് തന്നെ ഏജൻസിക്ക് ഇമെയിൽ അയച്ചു. അങ്ങനെ ആ ഒരു നെക്സ്റ്റ് മൺഡേയിൽ ഞങ്ങളുടെ സെയിൽ അഗ്രീഡായി. പിന്നെ പ്രോസസ്സ് പെട്ടെന്നായിരുന്നു, കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഓണർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം, അവർക്ക് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. പൊതുവേ 2 മിനിമം അല്ലെങ്കിൽ 2+ മന്തുകളൊക്കെ എടുക്കാറുണ്ട് ഈ വീടിൻ്റെ ഒരു സെയിൽ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയിൻ പ്രോപ്പർട്ടീസൊക്കെ ആകുമ്പോൾ കുറച്ച് ഡിലേസോ അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലുമൊക്കെ താമസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഞങ്ങളുടെ കേസിൽ എന്തായാലും സെല്ല് ചെയ്യുന്ന ആൾക്ക് കുറച്ച് ധൃതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ വിത്തിൻ 2 മന്ത്സ്, കറക്റ്റ് 2 മന്ത്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് കണ്ട ഫസ്റ്റ് വ്യൂയിങ്ങിലെ വീടാണ് റെഡിങ്ങിലെ ഈ വീട്. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് പേരിന് വേണ്ടിയിട്ട് 1-2 വീടുകളൊക്കെ റെഡിങ്ങിൽ കാണാൻ വേണ്ടിയിട്ട് പോയെങ്കിൽ ഞങ്ങൾക്ക് അത്ര എന്താ പറയുക, ഞങ്ങൾക്ക് പോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഞങ്ങൾ എന്തായാലും ഈ ഒരു വീടേ വാങ്ങുള്ളൂ എന്നുള്ളത്. അപ്പം പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഡിസംബർ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ കീ കിട്ടി. പിന്നെ ഇതിന് മുന്നേ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ്, നമുക്ക് എങ്ങനെ ഓഫർ കൊടുക്കാം, എഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പിൾ എടുക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് വീടുകളുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് ഇയറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആളുകളും അതുപോലെ തന്നെ വീട് വാങ്ങാനായിട്ട് പോകുന്ന ആളുകൾക്കും ആ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ വീടിൻ്റെ കീ ഒക്കെ ഡിസംബറിൽ കിട്ടുന്നു. അപ്പം നമുക്ക് ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കുറച്ച് പെർസെൻറ്റേജ് കുറഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് 5.4-ലാണ് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് മിനിമം 10% ഡെപ്പോസിറ്റ് വേണം, പിന്നെ പ്ലസ് സ്റ്റാമ്പ് ഡ്യൂട്ടി, പിന്നെ സോളിസിറ്റർ ഫീസ്, അങ്ങനെ ബാക്കിയുള്ള ഫീസുകൾ ഒക്കെയാണ് നമുക്ക് എക്സ്പെൻസസ് വന്നത്. പിന്നെ വീട് വാങ്ങിച്ചതിന് ശേഷമുള്ള എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലെ മെയിൻ്റനൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകളൊക്കെ എടുത്തിട്ട് ചിലപ്പം പണികളൊക്കെ ചെയ്തു തീർക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. ചിലപ്പം വാങ്ങിച്ച് അന്നേരം തന്നെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസോ കാര്യങ്ങളൊക്കെ ചിലപ്പം ചെയ്തു തീർക്കും. അപ്പം ഇതൊന്നും എന്താ പറയുക, മാൻഡേറ്ററി ആയിട്ടുള്ളതല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളുടെ ഇഷ്ടവും നമ്മുടെ ഫിനാൻസും ഒക്കെ പോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞങ്ങൾ വീട് വാങ്ങിച്ചതിന് ശേഷം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു വീട്ടിൽ. എന്താ പറയുക, ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ബോയിലർ നമ്മൾ ചേഞ്ച് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ബോയിലർ ചേഞ്ച് എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ. ബോയിലർ എല്ലാ വർഷവും നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ബോയിലർ എപ്പോഴും നല്ലത് പുതിയതായിട്ടുള്ളൊരു ബോയിലർ നമ്മൾ വീട്ടിൽ, ഇപ്പോൾ ഒരുപാട് വർഷങ്ങളൊക്കെ പഴക്കമുള്ള ബോയിലറാണ് നമ്മൾ വാങ്ങുന്ന വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം മാറ്റുമ്പോഴത്തേനും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ബോയിലർ എന്ന് പറയുന്നത്, പക്ഷെ അതൊരു നഷ്ടമായിട്ട് ആരും കാണേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള ബോയിലറൊക്കെയും മാറ്റിയൊന്ന് വെക്കുക. പിന്നെ നമ്മൾ വീട് കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണെങ്കിലും ഇതുപോലെ ബോയിലറിൻ്റെ പഴക്കം നോക്കുക, ബോയിലർ വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ വീടിൻ്റെ ആ ഒരു കാലപ്പഴക്കം, സ്ട്രക്ചറൽ ഡാമേജ് എന്തെങ്കിലുമൊക്കെ വീടിനുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ. അതുപോലെ മോൾഡുകൾ വീട്ടിലുണ്ടോ, മോൾഡ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട്, ഇപ്പം നമ്മൾ മിക്കവാറും വിൻ്റർ സമയങ്ങളിലാണ് ഈ മോൾഡൊക്കെയും കൂടുതലായിട്ട് വരുന്നത്. ഹീറ്റിംഗ് പ്രോപ്പറായിട്ട് ഇടാതെ വീട്ടിൽ ഹീറ്റിംഗ് പ്രോപ്പറായിട്ട് ഇടാതെ വരുമ്പോഴും, പിന്നെ അതുപോലെ വിൻഡോസ് ഒന്നും പ്രോപ്പറായിട്ട് തുറന്നിടാതെ, അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ, പിന്നെ തുണികളൊക്കെ ആണെങ്കിലും ഒരുപാട് ഇങ്ങനെ ഉണക്കാനും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇട്ട് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് ഡീഹ്യൂമിഡിഫയർ ഒന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഇതുപോലെ മോൾഡ് വരുന്നത്. വൺസ് മോൾഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഭയങ്കര പാടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മോൾഡൊക്കെ വരാതെ മാക്സിമം നോക്കുക. മോൾഡ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ വ്യൂയിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നോക്കുക. പിന്നെ
ബാക്കി കാര്യങ്ങൾ ഇപ്പം പിന്നെ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ പെയിൻറ്റ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടിക്കാതിരിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ കാർപ്പറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട് വാങ്ങിച്ച് ആ ഒരു കുറച്ച് മന്ത്സിനുള്ളിൽ തന്നെ ഒരു 4 മാസം എടുത്തു ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ UK-യിലുള്ള ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ അറിയാം, നമുക്ക് UK-യിൽ വീട് വാങ്ങുമ്പോഴത്തേനും നമുക്ക് ആ ജസ്റ്റ് ഒരു വീട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനകത്തുള്ള ഫർണിച്ചേഴ്സൊക്കെ അവർ കൊണ്ടുപോകും. ഇനിയിപ്പോൾ ചില കേസിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുമായിരിക്കും എന്തെങ്കിലും പഴയത് വേണമെന്നൊക്കെ. ഞങ്ങളുടെ കേസിൽ എന്തായാലും എല്ലാ ഫർണിച്ചേഴ്സും സാധനങ്ങളും ഒക്കെ അവർ കൊണ്ടുവരുന്നു. ബേസിക്കായിട്ട് നമുക്ക് കിച്ചണിൽ വേണ്ട എന്താ പറയുക, വാഷിംഗ് മെഷീനും പാത്രം കഴുകുന്ന ഡിഷ് വാഷർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഒന്നേന്ന് വാങ്ങണം. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു എംപ്റ്റി ഹൗസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ UK-യിൽ നമ്മൾ വീട് വാങ്ങുമ്പം ഇതുപോലെ എംപ്റ്റി ആയിട്ട് ഹൗസ് കിട്ടും. പിന്നെ നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ പുതിയതൊക്കെ ഒന്ന് വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അത്യാവശ്യം മേജർ ഫർണിച്ചർ ഷോപ്സിലൊക്കെ ആണെങ്കിലും ഒരു മിനിമം 2 months എടുക്കും. അതിപ്പോൾ സോഫ ആയാലും നമ്മുടെ ഡൈനിങ് ടേബിൾ ആയാലും നമ്മുടെ കട്ടിലുകളൊക്കെ ആണെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഒരു 2 months എടുക്കും. അപ്പം അങ്ങനെ ഒരു 2 months വെയിറ്റിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ സാധനങ്ങളും ഡെലിവർ ആയത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഞങ്ങളുടെ പെയിൻറ്റിങ്ങുകളെല്ലാം ചെയ്തു. പെയിൻറ്റിങ് കംപ്ലീറ്റ് മാറ്റി. പിന്നെ കാർപ്പറ്റ്സ് മാറ്റി. ഫർണിച്ചേഴ്സൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കാർപ്പറ്റ്സ് മാറ്റി. കാരണം വൺസ് എല്ലാ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് 1-2 വർഷമൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാർപ്പറ്റ് മാറ്റാം, പെയിൻ്റ് അടിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മൂവ് ചെയ്യാനും മാറ്റാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ഗ്രേഡേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീട് കിട്ടുന്ന ആ ഒരു എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ തന്നെ കാർപ്പറ്റ് ചേഞ്ച്, ഡെക്കറേഷൻസ്, ഇലക്ട്രിക്കൽ എന്തെങ്കിലുമൊക്കെ പണികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. കാർപ്പറ്റ് മാറ്റി, ബോയിലർ മാറ്റി, പെയിൻറ്റിങ് ഡെക്കറേഷൻസ് ചെയ്തു. പിന്നെ കുറച്ച് ലൈറ്റ്സ്, ഇപ്പം ലിവിങ് റൂമിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ ലൈറ്റൊക്കെ ആയിരുന്നു, 1-2 ലൈറ്റ്സ്. അപ്പം ഞങ്ങളത് ഫുള്ള് സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ ആക്കി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ടോയ്ലറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ബേസിൻസും കുറച്ച് എക്സ്ട്രാ യൂണിറ്റ്സുകളൊക്കെ പിടിപ്പിക്കുകയും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ചെയ്തൊരു പണിയായിരുന്നു നമ്മുടെ നമുക്ക് ഫിറ്റഡ് വാർഡ്രോബ് അല്ലായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഫിറ്റഡ് വാർഡ്രോബ് പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് ഡിസംബറിലേക്ക് കിട്ടി ഞങ്ങൾ ഏകദേശം ഒരു ഈസ്റ്റർ കഴിഞ്ഞു ഞങ്ങൾ ഈ വീട്ടിലൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലരുടെ കേസിൽ ഇത്രയും ഒരു ടൈം എടുക്കും. ഇനിയിപ്പം എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങുന്ന സമയത്ത് വന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ റെൻറ്റ് മാറും. ഞങ്ങളൊരു ഷെയർഡ് അക്കോമഡേഷനിലാണ് നിന്നിരുന്നത്. ഒരു 2 years ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സ്പെൻസസ് വളരെ കുറവായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് റെൻറ്റ് വളരെ കുറവാണ്. നമുക്കൊരു റൂമും ബാക്കിയെല്ലാം ഷെയർഡ് ആകുമ്പോഴത്തേക്കിനും. അപ്പോൾ നമ്മൾ വീട് വാങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ അങ്ങനെ ഒരു ഷെയർഡ് അക്കോമഡേഷനിൽ നിന്നിട്ട് സേവിങ്സ് ഞങ്ങൾ സാലറീസൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് വീട് വാങ്ങുന്ന ടൈമിൽ നമുക്ക് ആ ഒരു മിനിമം പറയുന്ന ഒരു എമൗണ്ട്, മിനിമം 10 ആണ് നമുക്ക് ഞങ്ങളുടെ ഒരു ടൈമിൽ ഡെപ്പോസിറ്റ് പറഞ്ഞത്. അപ്പം നമ്മുടെ വീടിൻ്റെ വിലയുടെ 10% ഡെപ്പോസിറ്റ് വേണമായിരുന്നു. അപ്പം 10+ നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുക്കാം. മിനിമം 10 നിർബന്ധമായിരുന്നു. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പിന്നെ സോളിസിറ്റർ ഫീസ്, അങ്ങനെ കുറച്ച് ഫീസ് വീടിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ സർവേ ചെയ്യുന്നുണ്ടെങ്കിൽ സർവേയുടെ ഫീസുകൾ, പിന്നെ വീട് വാങ്ങിച്ചതിന് ശേഷമുള്ള എക്സ്പെൻസസ് ആണ് നമ്മുടെ ഫർണിച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1 time ബൈ ആണല്ലോ. ഫർണിച്ചറിന് വേണ്ടി ഒരു എക്സ്പെൻസ്. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ കേസിൽ നമ്മൾക്ക് അത് എക്സ്പെൻസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് ഫുൾ എമൗണ്ടും കൊടുക്കേണ്ടി വന്നു. കാരണം സാധാരണ UK-യിൽ നമുക്ക് 3 year UK-യിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് EMI-യിൽ ഈ ഫർണിച്ചേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നിശ്ചിത ഒരു എമൗണ്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് പിന്നീട് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അപ് ടു 3 or 4 years ആയിട്ട് നമുക്ക് കൊടുക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ കോസ്റ്റ് EMI ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രം ഇനിഷ്യലി കൊടുത്താൽ മതി, ബാക്കി നമ്മുടെ സേവിങ്സ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഞങ്ങൾ 2 years UK-യിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഫർണിച്ചർ ഷോപ്സിലൊക്കെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് 3 year UK-യിലെ അഡ്രസ് ഹിസ്റ്ററി വേണം എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ EMI-യിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം ഫർണിച്ചേഴ്സൊക്കെ വാങ്ങുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഫുൾ എമൗണ്ട് ഫസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു.
പിന്നെ വന്നത് ഈ പറഞ്ഞ പോലെയുള്ള അപ്ഗ്രഡേഷൻസ് ചെയ്തപ്പം ബോയിലർ ചേഞ്ച്, പെയിൻറ്റിങ്, കാർപ്പറ്റ് ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക്കൽ പണികളോ പ്ലംബിങ്ങോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണികൾ, അതൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ഒരു വാങ്ങി ആ ഒരു തുടക്കത്തിൽ ടൈമിൽ വന്ന എക്സ്പെൻസുകളാണ്. എന്നാൽ അത്യാവശ്യം നല്ല നമുക്ക് എന്താ പറയുക, വീട് വാങ്ങി നിൽക്കുന്ന ആ ഒരു ടൈമിൽ അത്യാവശ്യമുള്ളൊരു എക്സ്പെൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പം ഈ ഒരു പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആളുകളെ കണ്ടെത്തിയതെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മൈ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അപ്പം മൈ ബിൽഡർ എന്ന് പറഞ്ഞ സൈറ്റിനകത്ത് നമുക്ക് എന്താണോ വർക്ക് ചെയ്യാനുള്ളത് ആ വർക്കിനെ പോസ്റ്റ് ചെയ്യാം. അപ്പം പ്രൊഫഷണൽസ് ആണ് ഇവർ, ഈ ജോലി ചെയ്യുന്നതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻസും ഒക്കെ എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. പിന്നെ അവരുടെ റിവ്യൂസൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കാണാൻ പറ്റും. അപ്പം റിവ്യൂസും നല്ല നല്ല റിവ്യൂസ് ഉള്ള ആളുകളും ഒക്കെ നോക്കിയിട്ടും, പിന്നെ അവരുടെ കോട്ടുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് അവരെ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ചെയ്യാം. അപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഫ്രീ ആയിട്ടുള്ള കോട്ടാണ് കേട്ടോ. അപ്പം അവർ നമുക്ക് എന്താണോ പണി ചെയ്യേണ്ടത് അത് കണ്ടിട്ട് നമുക്ക് കോട്ടുകൾ തരും. അങ്ങനെ ഞങ്ങൾ എല്ലാ പണികൾക്കും, ഞങ്ങൾ വീട്ടിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു 4-5 കോട്ടുകളെങ്കിലും മിനിമം എടുത്ത് കമ്പയർ ചെയ്ത് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ആളുകളെ വിളിച്ച് ഈ പണികളൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ സൈറ്റിൽ ഇരുന്ന് നമ്മൾ നോക്കണം, ഓരോ പണികൾ പോസ്റ്റ് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യുന്നവരെ നമ്മൾ അവരുടെ റിവ്യൂസും കാര്യങ്ങളും നോക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാം റിവ്യൂസ് നോക്കിയിട്ട് വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ആളുകളെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം, അവർ വരുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. പിന്നെ അവരുടെ കോട്ടുകളൊക്കെ നോക്കി കമ്പയർ ചെയ്ത്, അപ്പോൾ ഇതുപോലെ പല പല കാര്യം എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഇതുപോലെ നമ്മളൊരു പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു വീട് വാങ്ങിച്ചൊരു സമയത്ത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്തു. അപ്പോൾ മൈ ബിൽഡർ എന്ന് പറഞ്ഞ സൈറ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ വീട് വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ വാങ്ങിയ ആളുകൾക്കൊക്കെയും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട, വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പൈസ കൊടുക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞ എക്സ്പെൻസസുകൾ വീട് വാങ്ങിച്ച ടൈമിൽ ഞങ്ങൾക്ക് വന്നത്. പിന്നെ വീട് വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു 1 ഇയറിൽ വരുന്ന നമുക്കൊരു എക്സ്പെൻസസ് ഉണ്ടല്ലോ. അതായത് പ്രത്യേകിച്ച് നമ്മൾ റെൻറ്റിലൊക്കെ നിന്ന് ഷെയർഡ് അക്കോമഡേഷനിലും കൂടെ നിന്നിട്ട് വരുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് മോഡ്ഗേജ്, നല്ലൊരു എമൗണ്ട് നമുക്ക് മോഡ്ഗേജ് ആയിട്ട് വരുമല്ലോ. പ്രത്യേകിച്ച് ഷെയർഡ് അക്കോമഡേഷനിൽ നിൽക്കുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ മോഡ്ഗേജ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും നല്ലൊരു എമൗണ്ട് നമുക്ക് മോഡ്ഗേജ് വരുന്നുണ്ട്. പിന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ലുകൾ വരും ഇതിന് പുറമെ. പിന്നെ കൗൺസിൽ ടാക്സ്, അത് ഓരോ കൗൺസിലിനെ അനുസരിച്ചിരിക്കും. എന്നാലും അത്യാവശ്യം വീടിൻ്റെ ഒരു വലിപ്പവും നമ്പർ ഓഫ് ബെഡ്റൂംസും പിന്നെ ഏരിയയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അത്യാവശ്യം എല്ലായിടത്തും എനിക്ക് തോന്നുന്നു റെഡിങ്ങിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം എല്ലായിടത്തും നല്ലൊരു കൗൺസിൽ ടാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് എക്സ്പെൻസ് നമുക്ക് വരും. പിന്നെ ഇതിന് പുറമെയാണ് നമുക്ക് നമ്മുടെ വീട്ടു ചിലവ് പ്ലസ് വീട്ടിൽ തന്നെ നമ്മുടെ ഫുഡ്, അങ്ങനെയുള്ള ചെറിയ നമ്മുടെ പേഴ്സണൽ ചിലവുകൾ. അതിപ്പോൾ വീട് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പേഴ്സണൽ ചിലവുകൾ ഏകദേശമൊക്കെ ഒരുപോലെ ആയിരിക്കും നേരത്തെ ഉള്ളതിലും. പിന്നെ അഡീഷണൽ വരുന്നത് വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വരുന്ന ഇപ്പോൾ കോസ്റ്റുകൾ. ഇപ്പോൾ സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഗാർഡൻ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല ഇപ്പോൾ ഒന്നും. അപ്പോൾ ഗാർഡൻ മെയിൻ്റനൻസിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഗ്യാരേജിലൊക്കെ അവർ പ്രീവിയസ് ഓണേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി സാധനങ്ങൾ നമുക്ക് എന്താ പറയുക, പുല്ല് വെട്ടുന്ന മെഷീനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പുറമെ ചെയ്യുന്ന സാധനങ്ങളും അങ്ങനത്തെയൊക്കെ നമുക്ക് വാങ്ങേണ്ടത് വരും. അപ്പോൾ ഇതൊന്നും തന്നെ എല്ലാ വർഷവും വാങ്ങേണ്ടതല്ല, പക്ഷേങ്കിൽ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ വിൻഡോ ക്ലീനിങ്, അപ്പോൾ ഞങ്ങളിപ്പോൾ വിൻഡോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആളുകളെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ 4 മാസം കൂടുമ്പോഴും അവർ വന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട്. പിന്നെ വിൻ്റർ ആകുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എന്താ, മോൾഡൊക്കെ വരാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഡീഹ്യൂമിഡിഫയറുകൾ വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഡീഹ്യൂമിഡിഫയർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വരുന്ന കുറച്ച് എക്സ്പെൻസ്. പിന്നെ അല്ലാതെ ചില്ലറ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ആയിട്ട് വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വരും. അതിപ്പോൾ എല്ലാ വീടുള്ള എല്ലാ ഹൗസ് ഓണേഴ്സിനും വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വീട് നമ്മൾ ഏറ്റവും
നല്ലതായിട്ടും ഏറ്റവും എന്താ പറയുക അക്യുറേറ്റ് ആയിട്ടും ഒക്കെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഒരു പ്രോപ്പർട്ടി വാല്യൂ ഒരിക്കലും താഴെ പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ മോൾഡൊക്കെ വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാല്യുവേഷൻ പിന്നീട് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമൊക്കെ ഒന്ന് വാല്യുവേഷനൊക്കെ വീട് എടുക്കുമ്പോഴോ വീടിന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊന്ന് വിൽക്കാൻ നോക്കുമ്പോഴോ ഒക്കെ സമയത്തായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂ ഒരുപാട് താഴെ പോകും. പിന്നെ വീടിനെ മാക്സിമം കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആക്കുക, എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീട് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ഒരു എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ നമുക്ക് പ്രോപ്പർട്ടി വാല്യൂസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുക. 1 year ഓവറോൾ ഞങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ് കേട്ടോ വീട്ടിലുള്ളത്. ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. UK വന്ന് 1.25 വർഷമൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ നാട്ടിൽ പോയത്. വീട് വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു 1 year ഞങ്ങൾ ഇവിടെ തന്നെയാണ്, UK തന്നെയാണുള്ളത്. പിന്നെ സമ്മർ ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് സമ്മർ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, മഴയും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും സമ്മറിലാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹാപ്പി ആയിട്ട് പോകുന്നു. എന്താ ഇപ്പോൾ നമുക്ക് വീടും എക്സ്ട്രാ ചിലവുകളും മോർഗേജും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങുന്ന ആദ്യ ഒരു ടൈമിലൊക്കെ ആയിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലും ചിന്തിച്ചത്. പിന്നീട് നമ്മളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ പോകുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് പൈസ ഇത്രയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വീട് വാങ്ങിച്ചു മോർഗേജ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എക്സ്പെൻസൊക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, എന്താ പറയുക നമ്മൾ ഒരു റെൻറ്റഡ് ഹൗസിൽ നിന്ന് നമ്മൾ സ്വന്തം വീട്ടിൽ ആണെന്ന് പറയുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ആയിരിക്കുമ്പോഴുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പം ചിലവുകളൊക്കെ ഉണ്ട്. UK വരുന്ന എല്ലാവർക്കും എന്തായാലും മോർഗേജൊക്കെ എടുത്തിട്ട് വീടുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ഇനീഷ്യൽ വരുന്ന ആളുകളുടെ കാര്യമാണ്. ഇങ്ങനെ ഞങ്ങളുടെ 2ാമത്തെ വിൻ്ററാണ് കേട്ടോ. കഴിഞ്ഞ വിൻ്ററിലാണ് വീടിൻ്റെ കീ കിട്ടുന്നത്. ഇത്തവണ 2nd വിൻ്ററാണ് വീട്ടിൽ ഇവിടെ ഉള്ളത്. അപ്പം വിൻ്ററിൻ്റെ സമയത്താണ് ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് വീട്ടിൽ മോൾഡൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡീഹ്യൂമിഡിഫയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഇടയ്ക്ക് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ വിൻഡോസൊക്കെ തുറന്നിടും. ഇപ്പം ഞങ്ങളിപ്പം ഉപയോഗിക്കാത്ത റൂമുകൾ ഞങ്ങളുടെ ഒരു റൂമിൽ മാത്രമേ എപ്പോഴും ഉപയോഗിക്കുന്നുള്ളല്ലോ, വേറെ റൂമിലോ അല്ലെങ്കിൽ വേറെ ടോയ്ലറ്റോ ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടുകയും ഒക്കെ ചെയ്യും. പിന്നെ മോൾഡ് വരാതെയൊക്കെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ മെയിൻ്റനൻസ് ആണ് കേട്ടോ. എത്രത്തോളം നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു വീടിനെ അത്രത്തോളം നമുക്ക് പ്രോപ്പർട്ടി വാല്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടും. പിന്നെ എക്സ്പെൻസസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മെയിനായിട്ട് വരുന്നത് മോർഗേജ്, ബാക്കി ബിൽസുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട്. പിന്നെ കുറച്ച് അല്ലറ അല്ലാത്ത കുറച്ച് എക്സ്പെൻസസും വീടൊക്കെ വാങ്ങുന്ന ആൾക്ക് എന്തായാലും വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. 1 year UK ഞങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോഴുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഓവറോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിൽ നിൽക്കുന്നു. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ഇനിയിപ്പോൾ എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഡേയ്സ് കൂടുതലായി, കുറച്ച് വീക്സ് ആയിട്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇനി അടുത്ത വർഷത്തെ ആനിവേഴ്സറിക്ക് ആയിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ എടുത്തിടാൻ പറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോസ് ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.